ഒരാൾ സമ്പാദ്യം ഹറാമായ സമ്പാദ്യമാണെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിധി അതിൽ 3 തരത്തിലാണ് കാണേണ്ടത്. ഒന്ന്, അയാൾക്ക് ആ ഹറാമായ വഴിക്ക് മാത്രമേ സമ്പാദ്യമുള്ളൂ, വേറെ ഒരു സമ്പാദ്യമില്ല. അയാളെ എല്ലാ വരുമാന മാർഗങ്ങളും ആ ഹറാമിൻ്റെ വഴിയിലൂടെ മാത്രമാണ് എങ്കിൽ അയാളെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പാടില്ല. 2, അയാൾക്ക് വ്യത്യസ്തമായ വരുമാനങ്ങളുണ്ട്, ഇതുമുണ്ട്, അല്ലാത്ത കുറേ വരുമാനങ്ങളുമുണ്ട്. നമുക്ക് നൽകുന്ന ഭക്ഷണം ഈ ഹറാമിൽ നിന്നാണ് നമുക്ക് ഉറപ്പില്ല, അല്ലാത്തതും ഇഷ്ടമായ വ്യത്യസ്തമായ വരുമാന വഴികളുണ്ട് എങ്കിൽ അവിടെ നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇനി അയാളുടെ വരുമാനം എന്തോ ആവട്ടെ, നൽകുന്നത് അയാൾ അതിൽ നിന്നല്ല നമുക്ക് ഉറപ്പാണ്. ഹലാലായ വരുമാനം പറയുന്നുണ്ട്, അതിൽ നിന്നാണ് നൽകുന്നത് എങ്കിൽ നമുക്കൊരു സംശയമില്ല, അത് സ്വീകരിക്കുകയും ആവാം. അല്ലാതെ അയാൾ ബാങ്കിലാണ്, അയാൾ കല്യാണത്തിന് പോവില്ല എന്ന് ഒറ്റവാക്കിയിൽ പറയേണ്ടതല്ല. അയാളുടെ എല്ലാ വരുമാന മാർഗവും അതുമാത്രമാണ്, വേറെ വരുമാനങ്ങളൊന്നുമില്ല, എല്ലാം അതുകൊണ്ടാണ് എങ്കിൽ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കാം. അതുകൊണ്ട് ബന്ധം മുറിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. ആ ഭക്ഷണം കഴിക്കണ്ട, അത് ഹറാമായി വെക്കേണ്ട സമ്പാദ്യമാണ്, അത് എനിക്ക് പറ്റില്ല, ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറയാം. എന്നല്ലാതെ ഒരാൾക്ക് ഒരു വരുമാനം ഹറാമായതുണ്ട് എന്നുകൊണ്ട് അയാൾ ഒരു ഭക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്നില്ല. ചിലപ്പോൾ അയാൾക്ക് വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവാം, വാടക ഉണ്ടാവും, അതേപോലെ മറ്റു പലതുണ്ടാകും, അതിൽ ഒന്ന് ഹറാമായ വഴിയും ഉണ്ടാവാം. അതിൻ്റെ പേരിൽ മാത്രം അയാളെ ഒന്നും സ്വീകരിക്കേണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അതിൽ നിന്നാണ് എന്ന് പറഞ്ഞു തരികയാണെങ്കിലോ അത് വേണ്ടതറിയാം. ആ ഹറാമായ വഴിയിലാണ് തരുന്നത്, അവിടെ അങ്ങനെ കിട്ടിയ അപ്പോൾ അത് അങ്ങനെ ചിലവഴിക്കാൻ തീരുമാനിച്ചു, അതാണിപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് നമുക്കവിടെ പറയുകയും ആവാം. അതാണ് അതിൽ വേണ്ടത്. വല്ലാഹു അഅലം. ഇനി ഹദീസ് നൽകുന്ന പാഠങ്ങൾ 3 പാഠം നൽകി. 1, കുടുംബബന്ധം ചേർക്കുന്നത് മഹത്തായ പുണ്യമാണ്, അത് മുറിക്കാൻ പാടില്ല. 2, കുടുംബബന്ധം ചേർക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിത്തരുന്നു. 3, കുടുംബബന്ധം ചേർക്കൽ ആയുസ് വർധനവിനും ജീവിത വിശാലതക്കും വഴി വെക്കുന്നു. ഈ 3 പാഠമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്കി അതല്ലാത്ത പാഠങ്ങളും ഹദീസ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ഏതെന്നാലും ജീവിതത്തിൽ ഇത്തരം പ്രവാചക വചനങ്ങളെ മാതൃകയായി സ്വീകരിക്കാനും ജീവിതം അതുപ്രകാരം ക്രമീകരിക്കാനും നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും.